എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് പ്ലസിൻ്റെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ളൊരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു തുടങ്ങിക്കോളൂ. ഇന്നത്തെ ഓവറോൾ എപ്പിസോഡ് നല്ല എപ്പിസോഡായിരുന്നു. കുറച്ച് ചിരിക്കാനുണ്ടായിരുന്നു, കുറെ ക്ലാഷസ്, കുറെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത ക്ലാഷസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താണ്? ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങി കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ എനിക്ക് മറ്റേ എന്റെ കെയറിംഗ് ഇക്കയും ഗുണ്ടി ഗിസലിനെയുമാണ് ഇന്ന് ഇച്ചിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒബ്വിയസ്ലി അപ്പാനി ശരത്ത് നന്നായിട്ട് എല്ലാരെയും ഫോം ചെയ്യിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഗുണ്ടി ഗിസലിനെ വരെ ഇന്ന് ഫോമിലാക്കിയത് അപ്പാനി ശരത്താണെന്ന് പറയേണ്ടി വരും. അനീഷിന്റെ സ്ഥിരം ഗെയിം അവിടെ തന്നെ. അനീഷ് വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി കൂടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവർ ഓൾറെഡി പൊളിച്ചു തുടങ്ങി ഒരു സൈഡിൽ. കാരണം ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇതുവരെയുള്ള സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പൊ അത് ആൾക്കാർക്ക് പൊളിച്ചെടുക്കാൻ കുറച്ചും കൂടെ ഇതിപ്പോ അപ്പാനി ശരത്ത് 4 നേരം പറയുന്നുണ്ട്, ഇത് 2 വർഷം മുന്നേ ഉള്ള ഗെയിമാണ്, നീ ഇത് വീണ്ടും മാറി കളിച്ചോണ്ടിരിക്കാതെ നീ മാറ്റി പിടിക്കുക. അതുപോലെ തന്നെ ഷാനവാസ് അത് വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അതായത് പുള്ളി എന്തെങ്കിലും അനീഷ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വരുന്ന സമയത്ത് ബിഗ് ബോസ് പ്ലസിനകത്ത് ഞാൻ കണ്ടായിരുന്നു. മറ്റേ ശാരികയും നമ്മുടെ ആര്യനുമായിട്ടൊരു അവരുടെ ഷോ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പം അങ്ങനെ പറഞ്ഞപ്പോ അതിനകത്തില് അനീഷ് അതവര് ജസ്റ്റ് ഒരു ആക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് അനീഷ് കൊണ്ടുവന്നു. പക്ഷെ അവരെ നൈസായിട്ട് അല്ലാതെ തന്നെ അനീഷ് എന്തൊക്കെയോ പറയുന്നത് ഷാനവാസ് നൈസായിട്ട് വന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ നീ പറയുന്നതൊക്കെ ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ട് അതെ നിന്റെ സ്ട്രാറ്റജി ഒക്കെ ഞാൻ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം ആ ഒരു പുള്ളി ഒറ്റപ്പെടാനും എന്താ സമ്മതിക്കുന്നില്ല. ഒരു കോണിക്കട ഇങ്ങനെ അവര് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഗെയിമിനെ പറ്റി നിന്റെ ഒരു അഭിപ്രായം? ഗെയിമിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമാണ്. സാധനം എടുത്തോണ്ട് വരുന്ന അവർ ശരിക്കും പറഞ്ഞ ഒരു സ്ട്രാറ്റജി അങ്ങനെ ആയിരുന്നില്ല അത് ശരിക്കും ചെയ്യേണ്ടത്. അത് കുറച്ചും കൂടെ അവരൊരു ടീം വർക്കായിട്ട് ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഒന്നെങ്കിലാണെങ്കിൽ കംപ്ലീറ്റ്ലി സെൽഫിഷ് ആവണം. അതായത് എന്റെ സാധനങ്ങൾ മാത്രമേ എടുത്തോണ്ട് വരത്തുള്ളൂ എന്ന് പറയാം. അല്ലെ ഇതിപ്പം ഗ്രൂപ്പായിട്ട് അവർക്ക് വേണ്ടി കൂടെ ചെയ്യാൻ. അവരുടെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു ഓൾറെഡി അവരുടെ സാധനങ്ങൾ കിട്ടിയായിരുന്നല്ലോ. ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ നൂറൊക്കെയാണ്. പക്ഷെ അത് ഇവർ കളിക്കാൻ പോയ സമയത്ത് കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നുന്നത് അവർ കുറച്ചുകൂടെ സ്ട്രാറ്റജി യൂസ് ചെയ്ത 3 പേരും കൂടെ ഒരു ടീം വർക്ക് പോലെ ചെയ്യണം. ഇതിപ്പാണെന്നുണ്ടെങ്കിൽ വാരി വലിച്ച് കാണുന്ന സാധനം ഇൻഡിവിജ്വലായിട്ട് ടീമിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് പോയി സാധനം എടുത്തതാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അവരത് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യണമായിരുന്നു. അതായത് 3 പേരും കൂടെ അകത്ത് കയറി ഒരേ സമയത്ത് പോയി 3 സാധനം കൊട്ടേന സാധനം വരുത്തോണ്ട് വരാതെ അവരത് കോർഡിനേറ്റ് ചെയ്ത് അറ്റ് എ ടൈം ചിലപ്പോൾ അല്ലെങ്കിൽ 1 ആളോ 2 ആളോ കയറിയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഒരാൾ പുറത്ത് ഡോറിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് സമയം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് പക്ഷെ അത് പറഞ്ഞിട്ട് അത് മാത്രമല്ല അതിപ്പോ ഒരു ഫസ്റ്റ് ടാസ്ക് ആണല്ലോ. അങ്ങനെ ഒരു ടാസ്ക് ഈ ഒരു ടാസ്ക് ഒരു ഫസ്റ്റ് ടൈം. എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ പ്രാവശ്യത്തെ ഒരു ടാഗ് ലൈൻ തന്നെ എല്ലാ ടൈപ്പിലെ കാർഡിനെയും ഇറക്കി. മറ്റേ ഇവൻ അതിന്റെ ഇടയ്ക്ക് തന്നെ അനുമോളും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽക്കാരാണെന്ന് പറയും, മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ വാഴയാണെന്ന് പറയും, എന്തെങ്കിലും മറ്റേ സ്ട്രോങ് ആയിട്ട് പറയുവാണെങ്കിൽ അഹങ്കാരിയാണെന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എന്റെ സ്വന്തം ഇത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മുടെ റെന ഫാത്തിമ കുറച്ച് ഡൗൺ ആയി പോയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ റെന ഫാത്തിമ ഷാനവാസ് ഒരു ഇച്ചിരി ഒതുക്കി വിട്ടുപോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ റെന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റെന ഫാത്തിമ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ റെന ഫാത്തിമയെ കാണിച്ചില്ല. റെന ഫാത്തിമയുടെ സൈഡിൽ നിന്ന് ഒരു കണ്ടന്റും പിന്നെ വന്നില്ല. ആ കുട്ടി കുറച്ചായിട്ട് ഇന്നലെയൊക്കെ നന്നായിട്ട് അത്യാവശ്യം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിൽ ഭയങ്കരമായിട്ട് കളിക്കാത്ത പോലെ, അതായത് പുള്ളി കിച്ചണിലേക്ക് അങ്ങ് ഒതുക്കി പോയത്. അതേപോലെ തന്നെ കലാഭവൻ സരികയും അതുപോലെ തന്നെ അത് ഇന്ന് ആരെയും നോമിനേറ്റ് ചെയ്തപ്പോൾ അത് മെൻഷൻ ചെയ്തായിരുന്നു. പക്ഷെ പിന്നെ പുള്ളിക്കാരി വന്ന് പറഞ്ഞു ഞാൻ അടുക്കള നിൽക്കുന്നില്ല, ഇപ്പൊ എന്റെ ഒരു ടാസ്ക് ആയത് കാരണം മാത്രമാണ് അടുക്കള നിൽക്കുന്നത്, ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇന്ന് അത്യാവശ്യം സ്ഥിരം കണ്ടന്റ് കൊണ്ടുവരുന്ന കൂട്ടത്തിലുള്ളവരാണ് അക്ബർ, അപ്പാനി ശരത്ത്, ഷാനവാസ്, അനീഷ്, ഗിസല്, അനുമോൾ ഇപ്പം കുറച്ച് കണ്ടന്റ് കൊണ്ടുവരുന്നുണ്ട് അനുമോളുടെ സൈഡിൽ നിന്ന്. പിന്നെ അങ്ങനെ വേറെ ഇന്ന് കുറച്ച് രേണുസുധിയുടെ ഒന്നും ഒരു അനക്കമില്ല പുള്ളിക്കാരി. എനിക്ക് തോന്നുന്നു എന്റെ ഒരു കണക്കൂട്ടലിൽ പുള്ളിക്കാരി ഒരു സ്ട്രാറ്റജി, അതായത് ഒരു കരച്ചിൽ സ്ട്രാറ്റജി കൊണ്ട് പോയത്. അല്ല സുധിച്ചേട്ടന്റെ കാര്യം പറയട്ടെ, അത് പുള്ളിക്കാരി പോയപ്പോഴേ ഒരു മറ്റേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടാ പോയത്, വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പുള്ളിക്കാരി ആ ഒരു സ്ട്രാറ്റജി പിടിക്കാൻ നോക്കിയത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഓൺ ആയിരിക്കുന്ന സമയത്ത് ഈ എല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഈ ഇതിലേക്കൊന്നും ആരും ശ്രദ്ധ പോകുന്നില്ല. അപ്പൊ അത് രാവിലെ ഞാൻ ലൈവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ തന്നെ ഇതാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഷാനവാസ് ബാക്കിയുള്ള ഇതിനകത്ത് കണ്ടന്റ് ഒക്കെ തരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എന്റർടൈൻമെന്റ്, ചിരിച്ച് തമാശയൊക്കെ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും പുള്ളിയുടെ ഒരു എൻഡ്യൂറൻസിനെ പറ്റി എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്നാൽ ഇന്നത്തെ ആ ഗെയിമിൽ വന്നപ്പോൾ പുള്ളിക്ക് ഒട്ടും ഉറക്കം പറ്റാതിരിക്കുന്നില്ല. മറ്റേ പോത്ത് പോലെ കിടന്നു ആദ്യം തന്നെ ഉറങ്ങിയത് പുള്ളിയാണ്.
ചെയ്യുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മറ്റേ കലാഭവൻ ശരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് മറ്റുള്ളവരെ വിളിച്ചോണ്ട് വന്നിട്ട് നൈസായിട്ട് പുള്ളിനെ പൊക്കിയെടുത്തോണ്ട് പോയാലും പുള്ളി അറിയത്തില്ലായിരുന്നു. പക്ഷെ അവരത് അവിടെ ഒരു ആ ടാസ്ക് കളിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഗിസേല് നല്ല അടിപൊളിയായിട്ട് ബോൾഡ് ആയിട്ട് ഞാൻ ഇത്രയും പുള്ളിക്കാരി മലയാളം പറയുന്നത് വിചാരിച്ചില്ല. പുള്ളിക്കാരി നന്നായിട്ട് പുള്ളിക്കാരി കൊണ്ട് കഴിയാവുന്ന ഒരു മാക്സിമം പുള്ളിക്കാരി ട്രൈ ചെയ്ത് നിൽക്കുന്നുണ്ട് മലയാളത്തിൽ. അതുമല്ല പുള്ളിക്കാരി ഇന്ന് ഷാനവാസിനെ എക്സ്പോസ് ചെയ്ത ഒരു ഇത് കണ്ടായിരുന്നു നൈസായിട്ട്. ഷാനവാസ് ഒന്ന് പതറിപ്പോയി, ചേട്ടാ ഇത് ഇവള് എങ്ങനെ അറിഞ്ഞു നോമിനേഷൻ പറഞ്ഞ കാര്യം. എന്നിട്ട് പുള്ളിയുടെ ഒരു കെയറേട്ടായുടെ ഒരു ഉപദേശം മലയാളി ഓഡിയൻസ്, പിന്നെ മലയാളി ഓഡിയൻസിനെ പുള്ളി മൊത്തം മനസ്സിലാക്കി കയ്യിലെടുത്ത് വെച്ചേക്കുമല്ലേ മലയാളി ഓഡിയൻസിന്റെ പൾസ്. എന്നിട്ട് പുള്ളി വേറെ ഡയലോഗ് പറയുന്നത്, അതെ നിന്നോട് എനിക്കൊരു കെയർ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കെയറേട്ടായി ആണെന്ന്. അപ്പൊ അതൊരു അതുപോലെ തന്നെ അത് 2-3 സെഗ്മെന്റിൽ ആ ഒരു പോർഷൻ കുറച്ചുകൂടെ മാറ്റി വെച്ചാൽ പിന്നെ പുള്ളിക്ക് കുറച്ചുകൂടെ നല്ല പുള്ളി കളിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്ക് കുറച്ച് ഹ്യൂമർ സെൻസും ഉണ്ട്. അപ്പൊ അത് കുറച്ച് ആ വഴിക്കൂടെ വർക്കായിരുന്നു. ഇങ്ങനെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ് ഈ സാധനം പുറത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അതായത് ആൾക്കാരുടെ ഇടയിൽ സംസാര വിഷയമാവണം, അങ്ങനെ അവളെ ഒന്ന് പുറത്താകണമെങ്കിൽ വോട്ട് പറയണം എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഇന്നത്തെ സമൂഹത്തിൽ ഇത് നടക്കുന്ന പരിപാടികളൊന്നും അല്ല. പുള്ളിയുടെ ആ ചിന്താഗതി വെറും തെറ്റായ ചിന്താഗതി. അത് ഒന്നുകിൽ പുള്ളി മാറ്റണം, ആ ഷോ കഴിയുമ്പോഴത്തേനും പുള്ളി മാറ്റണം വസ്ത്രധാരണ പറ്റിയുള്ള പുള്ളിയുടെ ചിന്താഗതി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് വസ്ത്രധാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പുള്ളിയുടെ പ്രവൃത്തിയിലുണ്ടെന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷിനെ പറ്റി. അഭിലാഷിനൊന്നും ഇന്ന് കണ്ടന്റ് അങ്ങോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ബാക്കിയുള്ളവരങ്ങ് തള്ളി ഇടിച്ചിടിച്ച് നിൽക്കും. അപ്പം അഭിലാഷിനൊന്നും അത്രയ്ക്ക് കണ്ടന്റ് കൊണ്ടുവരാനേ പറ്റുന്നില്ലായിരുന്നു. അല്ല അപ്പാനി ശരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടി രാവിലെ അവരെ പുറകെ നടന്നു. ഞാൻ വിചാരിച്ചില്ല അപ്പാനി ശരത്ത് ഇത്രയും അഗ്രസീവ് അല്ല. പുള്ളി അത് ഒരു ടൈപ്പ് ഓഫ് ഷോ ഓഫ് ആണ്. പക്ഷെ അത് അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നിന്ന് ചുമ്മാ ചൊറിയുകയും ഇങ്ങനത്തെ പരിപാടിക്ക് ശരിക്കും അപ്പാനി ശരത്താണ് ഇന്ന് ഗിസേലിനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഗിസേലിനെ നന്നായിട്ട് കളിക്കാൻ ഒരു ട്രൈ. വേറൊരു കാര്യം ഗിസേലിനുണ്ട് കുറച്ച് കോമഡി സംഭവങ്ങൾ. അതായത് കുറച്ചൊരു എന്താ ഒരു തമാശ കലർന്ന ഒരു സംഭവം ചെയ്യാൻ പുള്ളിക്കാരി വരുന്നത്. ഇപ്പൊ പനിശരത്തിന്റെ അടുത്ത് പറഞ്ഞ മറ്റേ ഗുണ്ടി അത് തന്നെ വന്ന സംഭവം. പക്ഷെ എന്നാലും പുള്ളിക്കാരി പറയുന്നുണ്ട് നിങ്ങൾ ഓടി നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാരെയും കരയിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റേ അനുമോളുടെ കൂട്ടത്തില് ആ ചൂലിന്റെ സംഭവം അത് അത്യാവശ്യം കോമഡി. അത് പിന്നെ മറ്റേ ചായയുടെ ഇഷ്യൂ അത് പിന്നെ പുള്ളിക്കാരി അത് വന്നിട്ട് അത് സോൾവ് ഭയങ്കര ഡീസന്റ് ആയിട്ട് അത് നല്ല മെച്ചൂർഡ് ആയിട്ട് അത് പുള്ളിക്കാരി. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഒരു പോസിറ്റീവ് ഗിസേലിന്റെ സൈഡിൽ നിന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ബാഡ് വൈബ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അനുവിന്റെ അടുത്ത് വന്നിട്ട് കോംപ്രമൈസ് ആവുന്ന ഒരു സംഭവം. അത് ശരിക്കും അങ്ങനെയാണ്. നമ്മളൊരു അടി ഉണ്ടാക്കി അതൊരു ഷോയുടെ ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഇത് വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് വരെ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാലാണ് അടുത്ത പറയുന്നത്. പിന്നെ ഉള്ളത് അക്ബർ ഖാനും എന്റെ പ്രതീക്ഷ നല്ലപോലെ വരുന്ന ഒരാളാണ്. നല്ലപോലെ അക്ബർ ഖാനൊക്കെ നമുക്ക് എവിഡൻലി ഫീൽ ചെയ്യും. മറ്റേ ഷാനവാസിനൊക്കെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ടാർഗറ്റ് ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഈ അക്ബർ ഖാനെ ഷാനവാസ് ആ മെയിൽ ഗ്യാങ് എല്ലാം കൂടെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നായിരുന്നു. പക്ഷെ അവര് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല. അപ്പൊ നമുക്കും ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ട് ഇവർ തമ്മിൽ കളിക്കുന്നത്. ഈവൻ മറ്റേ അപ്പാനി ശരത്തും അക്ബർ ഖാനും ആര്യനും എല്ലാം ഒരേ ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലതാണ്. നമുക്കതൊരു കാണാൻ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കട്ടയ്ക്ക് നിൽക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കാണാൻ പറ്റുള്ളൂ. അനീഷിന്റെ ഐഡിയ ഒന്നും അത്രയും അനീഷിന്റെ സ്ട്രാറ്റജി ഒന്നും അത്രയും വില പോകുന്നില്ല. അത് പയ്യെ പൊളിഞ്ഞു വരുന്നുണ്ട്. അത് സർട്ടൺ ഡേയ്സിനുള്ളിൽ വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ ഇവർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് അനീഷിനെ പുറത്തിറക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. ആദില നൂറ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് അല്ല അത് എനിക്ക് തോന്നുന്നുണ്ട് അതിനി സ്ക്രിപ്റ്റഡ് ആണോ എന്നും. എനിക്ക് സ്ക്രിപ്റ്റഡ് ഇൻ ദ സെൻസ് അവരത് പ്ലാൻ ചെയ്ത് വന്നേക്കുന്നതാണോ, അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സ് കാണിച്ച് അതിനപ്പം കുറച്ചും കൂടെ കൂടുതൽ വ്യൂസ് കിട്ടും. അപ്പം ആ ലെവലിൽ കൊണ്ടുപോകാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ടോ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റും. പിന്നുള്ളത് ശൈത്യ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. പക്ഷെ എന്നാലും പുള്ളിക്കാരിയുടേതായ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒന്നും അവിടെ ഒന്നും ഇല്ല. ചുമ്മാ അവിടെ പോകുന്നതിന്റെ കൂട്ടത്തിൽ പോകുന്നു എന്നുള്ളതാ. പിന്നുള്ളത് നെവിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നെവിൻ ഇന്ന് കുറച്ച് സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടി. പിന്നെ പുള്ളി ഒരു സൈഡിൽ പോയി എന്നിട്ട് എന്തോ അതെന്താ ചെയ്യുന്നത് എനിക്കല്ല. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് മറ്റേ ബ്ലാങ്കറ്റ് ഒക്കെ തലയിട്ടിട്ട് എന്നിട്ട് ഷാനവാസ് ആ സമയത്ത് കയറി വരുമ്പോ ഞാൻ ആള് പിടിക്കുന്നത് ഷാനവാസ് ഇങ്ങനെ വണ്ടടിച്ചോലെ എന്താ നെവിൻ കുറച്ച് എന്റർടൈൻമെന്റ് ഫാക്ടർ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ വിജയിക്കുന്നുണ്ട്, കുറെയൊക്കെ പാളിപ്പോകുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം നീ വരും ദിവസങ്ങളിൽ പുള്ളിയുടെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അടുത്ത് പറഞ്ഞാൽ ഷാരിക ഇന്ന് മറ്റേ ഹോട്ട് സീറ്റ് പുള്ളിക്കാരുടെ സ്ഥിരം ഇന്റർവ്യൂവിന്റെ ഒരു ഫോർമാറ്റ് കാണിച്ചല്ലാതെ പിന്നെ മറ്റേ പുള്ളിക്കാരി ഒരു സ്കൂൾ കുട്ടിയെ പോലെ അവരൊരു മേക്ക് ഓവർ ഒക്കെ ചെയ്തോണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഒരു പഴയ സീസണിലൊക്കെ കണ്ടു പറഞ്ഞിട്ടുള്ള സംഭവം ആയത് അങ്ങനെ ഒരു സാധനം ആയത് കാരണം അത് അത്രമാത്രം ഒരു എറിച്ചിട്ടില്ല. ഇവര് കുറച്ചും കൂടെ ആക്ടിങ് സൈഡിലും പാടാനും ഒക്കെ കഴിവുള്ള, ഡാൻസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള
അതായത് ഇന്ന് മറ്റേ അതും അതുപോലെ തന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ അനീഷിനെ ആണെന്നുണ്ടെങ്കിൽ അപ്പാനിഷർത്ത് ഇമിറ്റേറ്റ് ചെയ്തപ്പോ അനീഷോട് പറയും ഇത് ഞാനല്ല ഞാൻ ഇങ്ങനല്ല. അനീഷിനെ നന്നായിട്ട് കൊണ്ടു. അപ്പം അനീഷ് അതിനകത്തിന്റെ പുറകെ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിവേ അതെല്ലാം വളരെ നന്നായിട്ട് ഇന്ന് നല്ല രീതിയിൽ കണ്ടന്റ് ഉള്ള ഒരു ദിവസമായിരുന്നു. ബിന്നിനെയൊന്നും എനിക്ക് ബിന്നി ഉണ്ടായിരുന്നു. ബിന്നിയുടെ കുറച്ച് അവിടെ പക്ഷെ ബിന്നിയുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് പുറത്തു കണ്ടില്ല. പിന്നുള്ളത് രഞ്ജിത്ത് ഓനിയിൽ ഒരു സൈഡ് അവർ രണ്ടുപേരും കുറച്ച് പ്രായമായവർ ഒരു വൈബില് പിടിച്ച് മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. രഞ്ജിത്തിനെ ഇന്ന് അങ്ങനെ സ്ക്രീനിലൊന്നും അത്രയൊന്നും കണ്ടിട്ടൊന്നുമില്ല, പുള്ളിയുടെ ഒരു ഇതുമില്ല. പിന്നെ RJ ബിൻസി ഇന്ന് ഉറങ്ങിയനായിരുന്നു പുള്ളിക്കാരുടെ മെയിൻ കണ്ടന്റ്. പിന്നെ അനീഷിന് എന്തോ ഒരു മറ്റേ ഇതിനു വേണ്ടി എന്നാ പിടിച്ചു നിർത്തി എന്തോ ഒരു അതൊരു വലിയൊരു കണ്ടന്റ് ഒന്നും അല്ല. പിന്നുള്ളത് അത്രയുള്ള ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളത് ഗെയിം അവർക്ക് നന്നായിട്ട് കളിക്കാമായിരുന്നു കുറച്ചും കൂടെ. പിന്നെ ഈ ലാസ്റ്റ് ടാസ്ക് അത് പോലീസ് ടാസ്ക് ആണ്. അത് അടിപൊളിയായിട്ട് കളിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെ ഇരിക്കുന്നവർ ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അല്ല അതിനിടയ്ക്ക് ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അക്ബർ അവര് കുറച്ച് മറ്റവരെ കൺവിൻസ് ചെയ്യാൻ ഗിസേലിനെ കുറച്ച് അത് കാരണം ഷാനവാസിനോടൊന്നും അത്ര വലിയ ബോണ്ട് ഇല്ലല്ലോ. അപ്പം കൺവിൻസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ മറ്റേ ടീം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇനി വരുന്നത് എന്തായാലും വെള്ളിയാഴ്ച വരെ ടൈം ഉണ്ടല്ലോ. ഇതിനുള്ളിൽ ആരെ പുറത്താക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്സ്. നാളെ കുറച്ചും കൂടെ കണ്ടന്റ് ഉണ്ട്. അതെ, നാളത്തെ പ്രൊമോ കണ്ടിട്ട് കുറച്ച് അടിയുണ്ട്. ഷാനവാസിനെതിരെ അവർ സംസാരിക്കും, രുദ്രനായിട്ട് ഇവിടെ ഇത് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നാളത്തെ കണ്ടന്റ് നാളെ പുതിയൊരു കണ്ടന്റുമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ്.